ഇതൊരു യാത്രാവിവരണമാണ്. വളരെ സൂക്ഷ്മമായി എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങി നടന്നിരുന്ന ഒരു യാത്രയുടെ വിവരണം. വളരെ കാലങ്ങൾ അലഞ്ഞു നടന്നതിന് ശേഷം ഒരു നാൾ ഒരു ഇടനാഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അവസരം. അങ്ങനെ ഒരു അവസരം ലഭിച്ചു. സുഖലോലുപവും സൂക്ഷ്മവുമായ സുഷുമ്നവുമായ ആ യാത്രയ്ക്കൊടുവിൽ ചുവപ്പ് നിറവും 4 വൻകരകളുമുള്ള അവിടെ പ്രവേശിച്ച മാത്രയിൽ തന്നെ ആ സൂക്ഷ്മമായ അവസ്ഥയിൽ നിന്ന് സ്ഥൂലമായ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പിന്നീട് ചന്ദനമണിഞ്ഞ ലം 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 എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ 4 വൻകരകളിലേക്കും യാത്ര ചെയ്തു. ആ 4 വൻകരകളിലേക്കുമുള്ള യാത്ര വളരെ വലുതായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ആ വൻകരകളും താണ്ടി തിരിച്ച് ഒരു സ്ഥലത്ത് തന്നെ എത്തിച്ചാൽ അതങ്ങനെയാണ്. ആ യാത്ര തുടങ്ങി അതേ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും സ്ഥൂലമായ ഈ രൂപം കുറെ കൂടി വളർന്നു. ഇനി എങ്ങോട്ടെന്നറിയില്ല. ഇങ്ങനെന്നോ ഊർന്നു വന്ന ആ ഇടനാഴി പരതി നടക്കുന്നതിനിടയിൽ മറ്റു 2 ചെറിയ ഇടനാഴികൾ കാണാനിടയായി. 2 ഇടനാഴിയാണെങ്കിലും ഇടയ്ക്കിടയിൽ സന്ധിച്ചു കൊണ്ടിരുന്ന ഒരു ചങ്ങല പോലെയായിരുന്നു ആ ഇടനാഴി. പിന്നീട് അതിൽ കൂടിയായിരുന്നു യാത്ര. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ 6 ശാഖകളുള്ള ഒരു പുഴയിലെത്തി. ഓറഞ്ച് നിറമുള്ള അതിലെ ജലം, ആ ജലങ്ങൾക്ക് ഉള്ള ഓളങ്ങൾ ഓം എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ 6 ശാഖകളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓറഞ്ച് നിറമുള്ള ഓളങ്ങളിൽ നീരാടി യാത്രയായി. ഓറഞ്ച് നിറമുള്ള ആ 6 ശാഖകളിലേക്ക് കൂടി നീരാടി ഉല്ലസിച്ച് വീണ്ടും ഇണപിരിയാത്ത ആ 2 ഇടനാഴികളിൽ കൂടിയുള്ള യാത്ര തുടങ്ങി. ഇടത്തോട്ടും വലത്തോട്ടും ഇണപിരിയാത്ത ആ ഇടനാഴികളിൽ കൂടിയുള്ള യാത്ര നല്ല സുഖകരമായി തോന്നി. അങ്ങനെ കുറെ കൂടി യാത്ര ചെയ്തപ്പോൾ ഒരിടത്ത് ഒരഗ്നിഗോളം ജ്വലിച്ചുകൊണ്ടിരുന്നു. ആ അഗ്നിഗോളങ്ങൾ ജ്വലിക്കുമ്പോൾ എന്നുള്ള ശബ്ദമായിരുന്നു. ആ അഗ്നിജ്വാലകൾ മഞ്ഞ നിറത്തിലുള്ള പ്രകാശമായിരുന്നു. ആ മഞ്ഞ നിറത്തിൻ്റെ പ്രകാശത്തിൽ 10 ദിക്കുകളും കാണാമായിരുന്നു. ആ മഞ്ഞ നിറത്തിലുള്ള വെളിച്ചത്തിൽ ആ 10 ദിക്കുകളിലേക്കും യാത്ര തിരിച്ചു. ആ യാത്രയിലുടനീളം വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ യാത്ര ചെയ്തു 10 ദിക്കുകളും നടന്നു വീണ്ടും തിരിച്ചെത്തി. ഇണപിരിയാത്ത ഇടപിങ്കള ഇടനാഴിയിൽ കൂടി യാത്ര തുടർന്നു. ഏറെ നേരം തുടർന്ന ആ യാത്രയിൽ ഉല്ലസിച്ച് സന്തോഷിച്ച്
നിമിഷങ്ങളത്രയും ഉപേക്ഷിച്ചുകൊണ്ട് യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ എപ്പോഴോ എത്തിച്ചേർന്നത് നല്ല പച്ച പരവതാനി വിരിച്ചതുപോലെയുള്ള ഒരിടത്തായി. ഒരു ചെറു പുകപടലം പോലെ ഇളം കാറ്റ് വീശിയുണ്ടായിരുന്നു അവിടെ മാത്രം. ആ കാറ്റിൽ എന്ന് മൂളുന്ന ശബ്ദമായിരുന്നു. അതിലേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സുഗന്ധമുണ്ടായിരുന്നു. ആ സുഗന്ധമായിരിക്കാം അവിടെ നിന്ന് തുടങ്ങും 12 ദേശങ്ങളിലേക്കുമുള്ള വഴികാട്ടിയത്. ആ സുഗന്ധത്തിൻ്റെ അനുഭൂതിയിൽ ആ 12 ദേശങ്ങളും സന്ദർശിച്ച് 12 ദേശങ്ങളിലെയും വിശേഷങ്ങളും അറിഞ്ഞ് തിരിച്ചെത്തി. വീണ്ടും ഒരു നീണ്ട യാത്രക്ക് എന്നെയും കാത്തു നിൽക്കുന്ന പിണപിരിയാത്ത ഇടനാഴികൾ. ആ യാത്രക്ക് വേഗത കൂടുതലായി അറിയും. വേഗത കൂടുതലായാലും കുറവായാലും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. ആ യാത്രക്ക് പിന്നീട് അങ്ങോട്ട് ആകാശ നീലിമയാർന്ന പൂക്കൾ വിതറിയ വീഥികളായിരുന്നു. ആകാംക്ഷയുടെ ഒരുപാടുള്ള ആകാംക്ഷ കൊണ്ടുള്ള ആ യാത്രയുടെ വേഗതയും കൂടിക്കൊണ്ടിരുന്നു. ഉത്സവാഘോഷങ്ങളുടെ ദൂരെ നിന്നുള്ള ശബ്ദം ഹം 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 എന്നുള്ള ശബ്ദമാണ് വിളിച്ചുകൊണ്ടിരുന്നത്. യാത്രയുടെ വേഗത പിന്നെയും കൂടിക്കൊണ്ടിരുന്നു. സ്ഥൂലമായ അവസ്ഥയുടെ വളർച്ചയും കൂടിക്കൊണ്ടിരുന്നു. ആകാംക്ഷയ്ക്കൊടുവിൽ 16 കലകളും നടക്കുന്ന ആ ഉത്സവവേദികളിൽ എത്തിച്ചേർന്നു. ആഘോഷത്തിൻ്റെ ആരവത്തിൻ്റെ 16 കലകളും സംഗീതത്തിൻ്റെ നൃത്യങ്ങളുടെ ആസ്വാദനത്തിൻ്റെ ആഹ്ലാദത്തിമിർപ്പിൻ്റെ ഉല്ലാസത്തിൻ്റെ വീർപ്പുമുട്ടലുകളിൽ കൂടി ഉള്ള യാത്ര. ആ ഉല്ലാസ തിമിർപ്പിനൊടുവിൽ വീണ്ടും ഒരു ദീർഘമായ യാത്ര, വേഗത കുറഞ്ഞ ഒരു യാത്ര. കടന്നുപോയ ഉല്ലാസത്തിമിർപ്പുകൾ ഓർത്തുകൊണ്ടുള്ള യാത്ര. എന്നാൽ ഇടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഏറെ ദൂരം കടന്നുപോയെങ്കിലും ഇതുവരെ ഒരു സങ്കേതവും കാണാൻ പറ്റിയില്ല. എന്നാലും യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഒരു വേള തിരിച്ചു പോയാലോ എന്ന തോന്നലുകളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മുന്നിൽ ഇടപിരിയാത്ത ഇടവിങ്കള ഇടനാഴികൾ മുന്നോട്ട് തന്നെ നയിച്ചുകൊണ്ടിരുന്നു. ഏറെ നേരത്തെ യാത്ര വേണ്ടി വന്നില്ല. ഇപ്രാവശ്യം മറ്റൊന്നാണ് സംഭവിച്ചത്. ഇടപിരിയാത്ത ഇടവിങ്കള ഇടനാഴികൾ ഇണമുറിഞ്ഞ് 2 ഭാഗങ്ങളിലേക്കുള്ള വീഥിയിലേക്ക്, 2 തലങ്ങളിലേക്കുള്ള 2 ഇടങ്ങളിലേക്കുള്ള വഴിമാറിപ്പോകാൻ തയ്യാറാണ്. ഇനി എങ്ങോട്ടെന്നറിയില്ല. ഒരു കാത്തിരിപ്പായിരുന്നു അവിടെ തന്നെ നിന്നു. ഏറെ കാലം കഴിഞ്ഞതായി തോന്നി. ഈ കാത്തിരിപ്പ് പിന്നെയും തുടർന്നുകൊണ്ട് അപ്പോഴെല്ലാം ഇരുണ്ട നീല നിറമുണ്ടായിരുന്ന അവിടമാണ്. അതൊരു ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. യാത്ര തുടങ്ങിയ ആ അവസ്ഥ മുതൽ ഇരുണ്ട നിറമുള്ള ഈ ശൂന്യാകാശത്തെ എങ്ങോട്ടെന്നറിയാതെ കാത്തിരിക്കുന്ന ഈ അവസ്ഥ വരെയുള്ള ഓരോ താവളങ്ങളും മിന്നമറിഞ്ഞുകൊണ്ടിരുന്നു. സൂക്ഷ്മമായ സുഷുമ്നയിലേക്കൂടിയുള്ള യാത്രയിൽ
ചുവപ്പു നിറമുള്ള 4 വൻകരകളും 6 ശാഖകളുള്ള ഓറഞ്ച് പുറകളും 10 ദിക്കുകളും കാട്ടിത്തന്ന മഞ്ഞ നിറമുള്ള അഗ്നിഗോളവും പച്ചപ്പരവതാനിയിൽ വിരിച്ച സുഗന്ധപൂരിതമായ 12 ദേശങ്ങളും 16 കലകളും കാട്ടിത്തന്ന ഉത്സവശേഷിപ്പിന്റെ ആകാശനീലിമയുള്ള പൂക്കൾ വിതറിയ ഇടനാഴികളും പിന്നീട് ഇരുളുവീണ ഇരുണ്ട നീല നിറമുള്ള ശൂന്യാകാശത്തിലെ നീണ്ട കാത്തിരിപ്പ്. ഏറെ നേരത്തെ ആ കാത്തിരിപ്പിന് ശേഷം വീണ്ടും ഒരു ശബ്ദം കേൾക്കാമായിരുന്നു. സ്വം സ്വം. ആ ശബ്ദം അടുത്തു വരുന്നതായിരുന്നു. വളരെ വലിയ 2 ചിറകുകളുള്ള ഒരു മാലാഖയായിരുന്നു അത്. ആ മാലാഖയുടെ ചിറകടിയുടെ ശബ്ദമായിരുന്നു സ്വം സ്വം. പിന്നീട് മാലാഖയുടെ കൂടെയുള്ള യാത്രയായിരുന്നു യാത്ര. ആ യാത്രയുടെ ദൈർഘ്യം വേഗതയും ഒന്നും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. ഇടപിരിയാത്ത ഇടനാഴിയും ഇടത്താവളങ്ങളോ ഓർമ്മകളോ ഓർമ്മപ്പെടുത്തലുകളോ ഇല്ലായിരുന്നു. എങ്ങോട്ടെന്നറിയാത്ത അനന്തമായ ഒരു യാത്ര. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഒരു താമര കാണുവാനിടയായി. ഒരു തേജസ്സാർന്ന താമര. അതിന് വയലറ്റ് നിറമായിരുന്നു. തലകീഴായി കിടന്നിരുന്ന ആ താമരയ്ക്ക് എത്ര ഇതളുകളുണ്ടെന്നറിയാൻ പറ്റാത്ത, എണ്ണാൻ പറ്റുമായിരുന്നില്ല അതിൻ്റെ ഇതളുകൾ. അനന്തമായ ഇതളോടുകൂടിയ താമര. അവിടെ എത്തിയത് മുതൽ മാലാഖ എങ്ങോട്ട് പോയെന്നറിയില്ല. എന്നാൽ അവിടം എത്തിയത് മുതൽ വളരെ നേർത്ത ഒരു ഓംകാര ശബ്ദം അവിടമാകെ മുഴങ്ങിയിരുന്നു. ആ ഓംകാരധ്വനിയിൽ ലയിച്ച് ആനന്ദത്തിന്റെ അത്യുന്നതയിൽ ഒരിക്കലും നിലയ്ക്കാത്ത ആ ആനന്ദത്തിന്റെ ഓംകാരധ്വനിയിൽ സ്ഥൂലതയിൽ നിന്ന് സൂക്ഷ്മാണുവായി മാറിയതുപോലും അറിയാതെ, സൂക്ഷ്മാണുവിൽ നിന്ന് വീണ്ടും അതിസൂക്ഷ്മാണുവായി മാറിയതുപോലും അറിയാതെ അനന്തമായ ഇതളുകളുള്ള ആ താമരയിലെ അരിഞ്ഞു. ആ ഓംകാരധ്വനിയുടെ താരാട്ടുപാട്ടിന്റെ സംഗീതത്തിന്റെ ഏടുകളിലെവിടെയോ അലിഞ്ഞില്ലാതായി ഈ യാത്ര. ഇതാണ് എൻ്റെ യാത്ര.